بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വചനം ഒഴിഞ്ഞ ആരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നാളെ പരലോകത്തൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സമൂഹത്തിൽ തിന്മകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ കാലങ്ങളിലും തിന്മകൾ അധികരിച്ചപ്പോഴാണ് വിശ്വാസപരമായും അതേപോലെ തന്നെ കർമ്മപരമായും സാംസ്കാരികപരമായുമൊക്കെ തിന്മകൾ അവതരിച്ചപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വ മുൻദിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ടെന്നും തിന്മ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായിട്ട് പ്രവാചകന്മാരെ അയച്ചത്. പ്രവാചകന്മാർക്ക് ശേഷവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ശേഷവും തിന്മകളുണ്ടാകും. ഹുദൈഫത്തുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ച, റസൂലേ, ഞങ്ങൾ ഒരു തിന്മയിലായിരുന്നു, ജാഹിലിയത്തിൻ്റെ തിന്മയിലായിരുന്നു. ആ തിന്മയ്ക്ക് ശേഷം ഞങ്ങൾക്ക് നന്മ വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കായിൽ വന്നതോടുകൂടി ഞങ്ങൾക്ക് നന്മ വന്നു. റസൂലേ, ഈ നന്മയ്ക്ക് ശേഷം ഇനിയും തിന്മ വരുമോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരും. മുസ്ലിം സമൂഹത്തിൽ എല്ലാ കാലത്തും ഈ രൂപത്തിലുള്ള ഫിത്നകളും തിന്മകളും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രത്യേകത സാഹചര്യങ്ങളിൽ പല പ്രത്യേകസ്ഥ വിഭാഗങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി അത്തരം തിന്മകൾക്കെതിരെ എന്താണോ റസൂലുള്ളാഹിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും അധ്യാപനങ്ങൾക്കെതിരെ കാണുന്നത് അതിനെതിരെ തിരിയൽ, അതിനെതിരെ ശക്തമായി നിലകൊള്ളൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അവർ ഒരിക്കലും മാ സലകകും ഫീ സഖർ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നരകത്തിൽ കടന്ന മനുഷ്യന്മാരോട് നരകത്തിലെ മാലാക്കമാർ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്?
മാ സലകകും ഫീ സഖർ, സഖറാകുന്ന നരകത്തിൽ നിങ്ങൾ എന്താണ് വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ നരകവാസികൾ മാലാക്കമാരോട് പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുന്നവരായിരുന്നില്ല. മൂന്നാമത് നരകത്തിൽ പോകാനുള്ളൊരു കാരണം വകുന്നാ നഖൂദു മഅൽ ഖാഇലീൻ, ഞങ്ങൾ കൂട്ടം കൂടികളായിരുന്നു. സമൂഹം മൊത്തം തിന്മയിൽ ചരിച്ചപ്പോൾ ഞങ്ങളും തിന്മയിൽ നടന്നു. സമൂഹം മൊത്തം വേണ്ടാത്തതിൽ അശ്ലീലതയിലും അനാവശ്യങ്ങളിലും പോയപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ നടന്നു. വകുന്നാ നഖൂദു മഅൽ ഖാഇലീൻ, അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും കൂട്ടം കൂടികളാകാൻ പാടില്ല. സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നവനല്ല വിശ്വാസി. അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫറള് ഐനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രബോധന ദൗത്യം എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ഫറള് ഐനാണ്. ഫറള് ഐനുണ്ട്, ഫറള് കിഫായുണ്ട്. ഫറള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ബാധ്യതയുള്ളത്. നമസ്കാരം ഫറള് ഐനാണ്, നോമ്പ് ഫറള് ഐനാണ്. മറിച്ച് മയ്യത്ത് സംസ്കരണം അത് ഫറള് കിഫായയാണ്. നമ്മളിൽപ്പെട്ട 3 ആൾ ചെയ്താൽ അത് സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്നൊക്കെ അത് വീടും. ആരെങ്കിലും എന്തായിരിക്കണം, ചെയ്തിരിക്കണം. അതിനാണ് ഫറള് കിഫായ എന്ന് പറയാം. ഫറള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്തിരിക്കണം. എൻ്റെ നമസ്കാരം ഞാൻ നിർവഹിച്ചിരിക്കണം. എൻ്റെ മക്കളെ ഏൽപ്പിച്ചാൽ നമസ്കാരമാകില്ല. എൻ്റെ നോമ്പ് ഞാൻ വീട്ടിയിരിക്കണം. എൻ്റെ മക്കളെ ഏൽപ്പിച്ചാൽ നോമ്പാവില്ല. അതാണ് ഫറള് ഐൻ. അതുപോലെ തന്നെ ബാധ്യത, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും. സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ ഇന്ന് പല നിലക്കുള്ള തിന്മകൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസപരമായ തിന്മകൾ, ധാർമ്മികപരമായ തിന്മകൾ, സാംസ്കാരികപരമായ തിന്മകൾ. ഇവിടെ എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഉ ഫീഹാ, അതിരുകളിലൂടെ നടക്കുന്നവൻ അതിൽ വീണത് പോലെയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, കമസലി ഖൗമിൻ ഇസ്തഹമ്മു അലാ സഫീനത്തിൻ, ഒരു സമൂഹം ഒരു കപ്പലിലൂടെ യാത്രയിലാണ്. ബഅദുഹും അലാഹാ വബഅദുഹും അസ്ഫലിഹാ, ആ കപ്പലിൽ മുകൾ ഭാഗത്ത് ചില ആളുകളുണ്ട്, താഴ്ഭാഗത്തും അടിത്തട്ടിലും ആ കപ്പലിൽ ആളുകളുണ്ട്, അതിലെ യാത്രക്കാരുണ്ട്. ഫകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദസ്തഖൂ മിനൽ മാഇ മർറൂ മിൻ ഫൗഖിഹിം, താഴെയുള്ളവർ വെള്ളത്തിന് ആവശ്യമുണ്ടാകുമ്പോൾ മുകളിലുള്ളവരിൽ നിന്നായിരുന്നു വെള്ളം വടിച്ച്, ഈ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടാകുമ്പോൾ മുകളിലായിരുന്നു അതിൻ്റെ വെള്ളം ശേഖരിക്കാൻ താഴെയുള്ളവർ പോയിരുന്നത്. ഫകാനല്ലദീന ഫീ അസ്ഫലിഹാ ഫഖാലൂ ലൗ അന്നാ ഖറഖനാ ഫീ നസീബനാ ഖറഖൻ വലൻ നുഅ്ദി മിൻ ഫൗഖിനാ, അങ്ങനെ ഓരോ പ്രാവശ്യവും മുകളിലേക്ക് ഇങ്ങനെ വെള്ളത്തിന് പോയപ്പോൾ താഴെയുള്ളവർക്ക് അത് പ്രയാസമായി തോന്നി. അപ്പോൾ താഴെയുള്ളവരൊക്കെ തീരുമാനമെടുത്തു, നമ്മളിങ്ങനെ മുകളിൽ പോയി അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ട് നമുക്ക് തന്നെ ഈ കപ്പലിൻ്റെ അടിയിൽ തന്നെ എന്തുണ്ട്, വെള്ളമുണ്ട്, ഇവിടെ തന്നെ ഒരു ഓട്ട തുളക്കാം എന്ന് അതിലെ ചിലർ, താഴെയുള്ളവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു. ഫൈൻ തറകൂഹും വമാ അറാദുൽ ഹലകൂ ജമീഅൻ, അങ്ങനെ വിവരദോഷികളായ ചില ആളുകൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ മുകളിലുള്ളവർ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നാൽ മുകളിലുള്ളവരും താഴെയുള്ളവരും ഈ വെള്ളം കൂടുതൽ വന്ന് ഈ കപ്പൽ മുങ്ങും. അതാണ് വിശ്വാസികളുടെ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ. സമൂഹത്തിലെ വിവരദോഷികളും അവിവേകമുള്ളവരും അതേപോലെ തന്നെ ബുദ്ധിശൂന്യരും മതമില്ലാത്തവരും കാഫറുകളും സത്യനിഷേധികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ പുതിയ നിയമങ്ങളും പുതിയ നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ അതൊരു കപ്പലിൽ ഓട്ട തുളക്കുന്നത് പോലെയാണ്. മുകളിലേക്ക് വെള്ളത്തിന് പോകുന്നത് പ്രയാസമാണെന്ന് വിചാരിച്ച് താഴെ തന്നെ വെള്ളമെടുക്കാൻ ഓട്ട തുളച്ച ആളുകൾ, അവരെ തടഞ്ഞില്ല എങ്കിൽ മുകളിലുള്ളവരും താഴെയുള്ളവരും ഇതിൽ മുങ്ങി നശിക്കും. അതുകൊണ്ട് അവരെ തടയൽ, അത്തരം അവിവേകികളെ, അത്തരം ബുദ്ധിശൂന്യരെ, അത്തരം ബുദ്ധിയില്ലാത്തവരെ, അത്തരം ധർമ്മമില്ലാത്തവരെ, അത്തരം തിന്മക്ക് അനുകൂലമായി നിൽക്കുന്നവരെ തടയൽ വിശ്വാസികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നിടത്ത് ഞാൻ സംസാരിക്കണം, തിന്മക്കെതിരെ സംസാരിക്കണം. നിങ്ങൾക്ക് കഴിയുന്നിടത്ത് തിന്മക്കെതിരെ സംസാരിക്കണം. സഹോദരികൾക്ക് കഴിയുന്നിടത്ത് തിന്മകൾക്കെതിരെ സംസാരിക്കണം. അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, ഞാനിങ്ങനെ മാറി നടക്കാം എന്നൊരു പ്രവാചകനും വിചാരിച്ചില്ല. പ്രവാചകന്റെ അനുയായികളായ സഹാബത്ത് ആരും വിചാരിച്ചില്ല.
അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ആരും വിചാരിച്ചില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങൾക്ക് കൈകൊണ്ട് ആ തിന്മയെ തടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി. കൈകൊണ്ട് തടുക്കാവുന്ന അധികാരവും അതേപോലെ തന്നെ ചെങ്കോല് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ആ തിന്മയെ നിങ്ങൾക്ക് നാവ് കൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. ഒരു തിന്മ ചെയ്യുമ്പോൾ കൂട്ടുകാര്, കുടുംബക്കാര്, സഹോദരന്മാര്, അയൽവാസികള്, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരാരായിക്കോട്ടെ, ഒരു തിന്മ കാണുമ്പോൾ അത് തിന്മയാണെങ്കിൽ അവരോട് പറയണം, മകനെ, മകളെ, ഉമ്മ, സഹോദരി, ഭർത്താവേ എന്ന് പറഞ്ഞ് സതുപദേശത്തോടു കൂടി അവരോട് പറയണം. അധികാരമുള്ള ആളുകളാണെങ്കിൽ അവർ കൈകൊണ്ടത് തടയണം. അധികാരമില്ലാത്തവരാണെങ്കിൽ ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി. കഴിയാത്തവർ നാവ് കൊണ്ട് സംസാരിക്കണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി. നാവ് കൊണ്ടും ചില രാജ്യങ്ങളിൽ സംസാരിക്കാൻ കഴിയില്ല. അവർ ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കണം. ഫദാലിക അദ്അഫുൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഏറ്റവും ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. തിന്മ സമൂഹത്തിൽ വരുമ്പോൾ ഞാനൊരു ഭരണാധികാരിയാണെങ്കിൽ ചെങ്കോല് കൊണ്ടും അധികാരം കൊണ്ടും എനിക്കത് തടയാൻ കഴിയുമെങ്കിൽ ഫൽയുഗയ്യിർ ബിയദിഹി. ആ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചതിനെ തടയണം. മറിച്ച് എനിക്കതിന് കഴിയില്ല. ഇന്ത്യയെപ്പോലെ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് ആ തിന്മയ്ക്കെതിരെ സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, പ്രതിഷേധിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് ആ തിന്മയെ എതിർക്കണം. അതുമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട് ലോകത്ത്. അത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികൾ, അവർക്ക് സംസാരിക്കാനും കഴിയില്ല ആ തിന്മയ്ക്കെതിരെ. ആ തിന്മയ്ക്കെതിരെ അധികാരം ഉപയോഗിക്കാനും അവർക്ക് കഴിയില്ല എങ്കിൽ ഫബിഖൽബിഹി, ചുരുങ്ങിയത് ആ തിന്മ അവനെങ്കിലും ചെയ്യാതിരിക്കണം. നമ്മളെല്ലാം വിശ്വസിച്ചത് വയല് പറയുക, ഉപദേശിക്കുക എന്നുള്ളത് അത് മൗലവിമാരുടെ, സലാഹിമാരുടെ, മദനിമാരുടെ, സുല്ലമിമാരുടെ, ദാരിമിമാരുടെ, ഫൈസിമാരുടെ ഒക്കെ കർത്തവ്യമാണ് എന്നാണ്. അതല്ല, മറിച്ച് ഫറദ് ഐനാണ് ഓരോ വിശ്വാസിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ വൃത്തത്തിൽ, ഞാൻ എൻ്റെ വൃത്തത്തിൽ, സഹോദരിമാർ സഹോദരിമാരുടെ വൃത്തത്തിൽ. ഒരു സഹോദരിയുടെ പർദ്ദയിൽ ഒരു തുള കണ്ടാൽ നിങ്ങളത് സൂചിപ്പിക്കും, സഹോദരി, നിന്റെ പർദ്ദയിൽ ഒരു തുളയുണ്ട്, അത് നിനക്ക് നന്നാവില്ല, അത് പുറത്തു പോകുമ്പോൾ നിനക്കത് ജനങ്ങൾക്ക് മുമ്പിൽ മോശമാകും എന്ന് പറയാൻ എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, അവരുടെ മനസ്സിലൊരു വേണ്ടാത്തരം കാണുമ്പോൾ, അവരുടെ പ്രവർത്തനയിൽ ഒരു ഇസ്ലാമിക വിരുദ്ധ സമീപനം കാണുമ്പോൾ അതും പറയാൻ, അത് ഇതിനേക്കാളും കൂടുതൽ പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണം, ഒരു വിശ്വാസിനിക്ക് കഴിയണം, ഒരു വിശ്വാസിനിക്ക് കഴിയണം. അവിടെയാണ് ഇസ്ലാമികമായ അംറും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും സാർത്ഥകമാകുന്നത്. ഒരു സഹോദരനെ നാം സാമ്പത്തികമായി സഹായിക്കാറുണ്ട്, മറ്റുള്ള സഹോദരന്മാരെ ജോലി വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്, അവർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. പക്ഷേ അവൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, വിശ്വാസപരമായ അബദ്ധങ്ങൾ അവൻ്റെ വിശ്വാസത്തിലുണ്ടെങ്കിൽ, ഷിർക്കുണ്ടെങ്കിൽ, ബിദ്അത്തുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് വിശ്വസിക്കാൻ സഹോദരന്മാരെ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബലി ഇല്ലാ വകാന മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരിലും അവർക്ക് ഹവാരികൾ ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും അടുത്ത അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുയായികളുടെ പ്രത്യേകത എന്തെല്ലാം ആ പ്രവാചകന്മാർ പറഞ്ഞോ അതെല്ലാം അവർ സ്വീകരിച്ചു. ആ പ്രവാചകന്മാരെ അവർ മാതൃകകളാക്കി സ്വീകരിച്ചു. സുമ്മ ഇന്നഹു തഖലഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ജീവിച്ചിരിക്കുമ്പോൾ അത്രയും നല്ല അനുയായികൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രവാചകന്മാർക്ക് ശേഷം പിന്നെയും കുറെ ആളുകൾ വന്നു. അവർക്ക് ശേഷം വന്ന പിൻഗാമികളുടെ സ്വഭാവം എന്താ? യഖൂലൂന മാ ലാ യഫ്അലൂൻ. ആ പ്രവാചകന്മാര് പ്രവർത്തിക്കാത്തത് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വയഫ്അലൂന മാ ലാ യുമറൂൻ.
ആ പ്രവാചകന്മാർ കൽപ്പിക്കാത്തത് അവർ ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രവാചകന്മാർ പറയാത്തത് ഈസ നബി ഒരിക്കലും ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞില്ല, ഞാൻ അള്ളാഹുവിൻ്റെ പുത്രനാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എൻ്റെ ജന്മദിനം കഴിക്കണം, നിങ്ങളതിനെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈസാ നബി പറഞ്ഞില്ല. മറിച്ച് ഈസാ നബിക്ക് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ യഫ്അലൂന മാ ലാ യുമറൂൻ, അവർ കൽപ്പിക്കാത്തത് ചെയ്യാൻ തുടങ്ങി. ഫഇന്നഹു കാന ബുഹ്താനൻ അളീമാ, അള്ളാഹുവിൻ്റെ പേരിൽ പച്ചനുണ പറഞ്ഞു. അള്ളാഹു മൂന്നിലൊന്നാണ്, അള്ളാഹു മൂന്നിൽ ഒന്നാണ് എന്ന് പറഞ്ഞവർ ബുഹ്താനൻ അളീമ, അള്ളാഹുവിൽ ഏറ്റവും വലിയ നുണ പറഞ്ഞവരാകുന്നു. അങ്ങനെ പ്രവാചകന്മാർ കൽപ്പിക്കാത്തത് ചെയ്യുന്ന ഒരു സമൂഹം വരും, പ്രവാചകന്മാർ പറയാത്തത് ചെയ്യുന്ന സമൂഹം വരും. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ജാഹിദുഹും ഫഹുവ മുഅ്മിൻ ബിയദിഹി ഫഹുവ മുഅ്മിനുൻ. അത്തരക്കാർക്കെതിരെ പ്രവാചകൻ പറയാത്തത് പറഞ്ഞ് പ്രവാചകൻ ചെയ്യാത്തത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്കെതിരെ നിങ്ങൾ കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ അവനാണ് വിശ്വാസി. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടെ ക്യാമറ പിടിക്കുന്ന സഹോദരനില്ലേ, ഈ മൈക്ക് കെട്ടിയ സഹോദരനില്ലേ, ഈ പ്രസംഗം ശ്രവിക്കുന്ന നിങ്ങളില്ലേ, ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളില്ലേ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യമാണ്. കാരണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ കൊടുക്കുന്ന ലഘുലേഖകൾ, നിങ്ങൾ വിതരണം ചെയ്യുന്ന CD-കൾ, അത് ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യമാണ്. കാരണം ഫമൻ ജാഹദഹു ബിയദിഹി ഫഹുവ മുഅ്മിൻ. ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ പറയാത്തത് പറഞ്ഞു നടക്കുന്നവരോട്, പ്രവാചകന്മാർ ചെയ്യാത്തത് ചെയ്ത് നടക്കുന്നവരോട് ജിഹാദ് പ്രഖ്യാപിച്ചവൻ അവനാണ്. കൈകൊണ്ട് ജിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനാണ് വിശ്വാസി. വബിലിസാനിഹി, നാവ് കൊണ്ട് ജിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനാണ് വിശ്വാസി. അതിൽ അധികാരത്തിന് സ്ഥാനമില്ല. എൻ്റെ കാസറ്റുകൾ ചെലവാകണമെന്നതിൽ താല്പര്യമില്ല. കാരണം ഞാൻ ഇത്രയും ദൂരം വന്നത് ഈ ദീന് പറയാനാണ്, ഈ ദീന് നിങ്ങളെ പഠിപ്പിക്കാനാണ്, നിങ്ങളത് ജനങ്ങളോട് പറയാനാണ് എന്നുള്ള സതുദ്ദേശമാണ് എനിക്കെങ്കിൽ, അത് കേൾക്കാനുള്ള സതുദ്ദേശമാണ് നിങ്ങളെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനാണ് വിശ്വാസി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും ഹൃദയം കൊണ്ട് അത്തരക്കാർക്കെതിരെ സമരം പ്രഖ്യാപിച്ചാൽ അവനാണ് വിശ്വാസി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നു. പ്രവാചകന്മാർ പറയാത്തത് പറഞ്ഞ് നടക്കുന്നവർ, പ്രവാചകന്മാർ ചെയ്യാത്തത് ചെയ്ത് നടക്കുന്നവർ, അവർക്കെതിരെ പ്രവർത്തിക്കുന്നവൻ അവനാണ് വിശ്വാസി. അവൻ കൈകൊണ്ട് പ്രവർത്തിച്ചാൽ ഫഹുവ മുഅ്മിൻ, അവൻ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ, അവൻ പ്രവർത്തിച്ചാൽ ഫഹുവ മുഅ്മിൻ, അവൻ ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചാൽ ഫഹുവ മുഅ്മിൻ. അല്ലാഹു അത്തരം സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊന്നും ഒരു പാഴ്വേലയല്ല. ഞാൻ ഈ വന്നതും നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വന്നിരിക്കുന്നതും ഈ രൂപത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയതും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കുന്നതും സഹകരിച്ചു കൊണ്ടിരിക്കുന്നതും സഹോദരിമാരെ, ഇതൊന്നൊരു പാഴ്വേലയല്ല. ഫഹുവ മുഅ്മിൻ, നിങ്ങളാണ് വിശ്വാസി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും. സൂറത്തുൽ മാഇദയിലെ 105-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ യദുറുക്കും മൻ ളല്ല ഇദ ഹ്തദൈതും, നിങ്ങളാരും ഉപദ്രവിക്കില്ല. നിങ്ങളൊരു വിശ്വാസിയാണെന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കണ്ട. അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ കാര്യം വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ യദുറുക്കും, നിങ്ങളെ ഉപദ്രവിക്കില്ല. ഫമൻ ളല്ല, ആരാണോ വഴിപിഴച്ചവർ, മൻ ളല്ല, ആരാണോ വഴിപിഴച്ചവൻ, അവരൊരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇദ ഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് സന്മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഫാത്തിഹയിൽ 17 പ്രാവശ്യം പറയുന്ന വിശ്വാസി,
അത് മനസ്സ് തട്ടിക്കൊണ്ട് പറയണം, പടച്ചവനെ, മുസ്ലിം സമൂഹത്തിൽ ഗ്രൂപ്പുകളും വിഭാഗങ്ങളും അതേപോലെ തന്നെ വിഭാഗീയതയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരും ഉണ്ടാകുമ്പോ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സഹോദരന്മാരെ സഹോദരിമാരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. ലാ യളുറുക്കും, നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. മല്ലല്ല, നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കില്ല. മല്ലല്ല, വഴിപഴിച്ചു പോയവർ. ഇദഹ്തദൈതു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നമ്മളാർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല. ഉപദ്രവിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് ആ ഉപദ്രവത്തിന് നമുക്ക് പ്രതിഫലം കിട്ടും. ഈ ആയത്തോതിയിട്ട് സൂറത്തുൽ മാഇദയിലെ ഈ 105-ാമത്തെ ആയത്തോതിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ ഖൗമിൻ യഅമലു ഫഹും ബിൽ മആസി, ഒരു സമൂഹം അവർ അനുസരണക്കേട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുമ്മ യഖ്ദിറൂന അലാ അൻ യുഗയ്യിറൂ വലാ യുഗയ്യിറൂൻ, ആളുകൾ വിചാരിക്കും അവരെ നന്നാക്കാം, പക്ഷെ അവരെ നന്നാക്കിയില്ല. ഇല്ലാ യൂശകു അൻ യഅമ്മഹുമുല്ലാഹു ബിഇഖാബിൻ, അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ അവരിൽ എല്ലാവരിലേക്കും വന്നു ചേരും. അത് നന്നാക്കാം. ചില ആളുകൾ കപ്പലിന്റെ താഴെ ഓട്ട തുളക്കുന്നു, മറ്റുള്ളവർ അവർ ഓട്ട തുളച്ചോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കാറില്ലല്ലോ. അതേപോലെ സമൂഹത്തിലൊരു തിന്മ കാണുമ്പോൾ അതിനെ എതിർക്കാതെ എല്ലാവരും അതിന്റെ കൂട്ടം കൂടികളാണെങ്കിൽ, കൂടെ കൂടുന്നവരാണെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഈ തിന്മയിലൂടെ നിങ്ങളും ശിക്ഷിക്കപ്പെടും. ഈ തിന്മ സമൂഹത്തിൽ വ്യാപകമാകുന്നതോടുകൂടി അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ നിങ്ങൾ മാത്രം ഒഴിഞ്ഞു നിൽക്കേണ്ടി വരില്ല, എല്ലാവരിലും അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു. സൈനബ ബിൻത് ജഹ്ഷിന്റെ വീട്ടിലായിരുന്നു അന്ന് റസൂലുള്ളാഹ്. ഉണർന്നതിനു ശേഷം റസൂലുള്ളാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരി ഖദ് ഖതറബ്, അറബികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാചകങ്ങൾ പറഞ്ഞു. ഫഖാലത്ത് സൈനബുൻ യാ റസൂലല്ലാഹ്, ആ സമയത്ത് സൈനബ് ബിൻത് ജഹ്ഷ് റസൂലുള്ളാഹിന്റെ ഭാര്യ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അതുഹ്ലികു ഫീനാ അസ്സാലിഹൂൻ, നല്ല മനുഷ്യന്മാര് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ശിക്ഷ വരുമോ റസൂലുള്ളാഹ്? ഞങ്ങൾക്കിടയിൽ നല്ല മനുഷ്യന്മാര് ജീവിച്ചിരിക്കെ ഞങ്ങൾക്ക് ശിക്ഷ വരുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബ്സു, അതേ, തിന്മ അധികരിച്ചാൽ ശിക്ഷ വരും. അവിടെ നല്ലവനെന്നോ ചീത്തയെന്നോ അള്ളാഹു വേർതിരിക്കില്ല. ശിക്ഷയിൽ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അപ്പോ തിന്മക്കെതിരെ പ്രതികരിക്കണം. വിശ്വാസപരമായ തിന്മക്കെതിരെ, സാംസ്കാരികമായ തിന്മക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. പ്രതികരിക്കാത്തവരല്ല വിശ്വാസി. അള്ളാഹുവിന്റെ പേരിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ആരെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുവെങ്കിൽ അത്തരം മനുഷ്യന്മാരോട് പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ്. സഹോദര, ഖുർആനിന്റെ 3-2 എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം നിനക്കറിയില്ലേ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അവൻ ഏകനാണ്. അവനും ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരുടെയും മകനല്ല, ആരുടെയും പിതാവുമല്ല എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ നുണ പറഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ കേക്ക് തിന്നാൻ വിശ്വാസി നമുക്കെങ്ങനെയാണ് കഴിയുക? അതിന്റെ പേരിലുള്ള ചോക്ലേറ്റ് രുചിച്ചു നോക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കെങ്ങനെയാണ് കഴിയുക? എന്റെ ബോസ് തന്നതാണ്, അതുകൊണ്ട് ഞാൻ തിന്നുമെന്ന് പറയാൻ വിശ്വാസികളെ നിങ്ങൾക്കെങ്ങനെയാണ് കഴിയുക? അള്ളാഹുവിലും വലിയ ബോസ് ഉണ്ടോ? അള്ളാഹുവിലും വലിയ അധികാരിയുണ്ടോ? അള്ളാഹുവിലും വലിയ യജമാനനുണ്ടോ? അള്ളാഹുവിലും വലിയ നമ്മളെ സംരക്ഷിക്കുന്നവൻ ആരുണ്ട്? ഏതെങ്കിലും കമ്പനിയുണ്ടോ? അള്ളാഹു റിസ്ക് തന്നിട്ടല്ലേ നമ്മൾ ഈ റിസ്ക്കൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മയുടെ കൂടെ കൂടുന്നവരാകരുത്. മുസ്ലിം സമൂഹം ഇന്ന് എല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തിന്മ കാണുമ്പോൾ അതിനെതിർത്താൽ അവൻ പുരോഹിതനാണ്, അവൻ യാഥാസ്ഥികനാണ് എന്ന് പറഞ്ഞ് അത്തരം എതിർക്കുന്നവരെ മൂലയിലിരുത്തുന്ന സ്വഭാവം ഇന്ന് സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അള്ളാഹുവിന്റെ റസൂല് ക്രിസ്ത്യാനികൾക്കിടയിൽ ജീവിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂല് ഹിന്ദുക്കൾക്കിടയിൽ ജീവിച്ചില്ലേ? മുശ്രിക്കുകൾക്കിടയിൽ ജീവിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ക്രിസ്ത്യാനിയിൽ നിന്നൊരു കാരക്കച്ചീള് വാങ്ങി തിന്നൂല. കാരണം
അള്ളാഹുവിന് കുട്ടികളുണ്ട്, റബ്ബിന് കുട്ടി ജനിച്ചു, അത് ഈസയാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ മുട്ടായിയും ക്രിസ്ത്യാനിയുടെ ചോക്ലേറ്റും ക്രിസ്ത്യാനിയുടെ കേക്കും ക്രിസ്ത്യാനിയുടെ മറ്റുള്ള മധുരപലഹാരങ്ങളും വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇത് നമ്മൾ പറയണം, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ ഭാര്യമാരോട് പറയണം, അത് ചെയ്യുന്ന സഹോദരന്മാരോട് പറയണം. അപ്പോഴാണ് നമ്മളോട് ഫഹുവ മുഅ്മിനുൻ വമൻ ജാഹദഹു ഫഹുവ മുഅ്മിനുൻ വമൻ ജാഹദഹു ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ. അപ്പോഴാണ് വിശ്വാസിയാകുക, അപ്പോഴാണ് അടിയുറച്ച വിശ്വാസിയാകുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മക്ക് അനുകൂലമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, തിന്മയുടെ കൂടെ സഞ്ചരിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ സഞ്ചരിച്ചോ, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യമെന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഷിർക്കിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. നമ്മളൊരിക്കലും അതിരുകളിൽ സഞ്ചരിക്കാൻ പാടില്ല, നമ്മൾ ഷിർക്കിലേക്ക് പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ കാലങ്ങളിലും സാമ്രാജ്യത്വ ശക്തികളും അതേപോലെയുള്ള പാശ്ചാത്യ ശക്തികളും ഈ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യന്മാരെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം വിശ്വാസികളെ അത്തരം വിശ്വാസത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ചാനലുകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ മുസ്ലിങ്ങൾ തന്നെ ആ ഭാഗത്തേക്ക് ചേരുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ജിഹാദ് ചെയ്ത് പിടിച്ചു നിൽക്കുന്ന, സതുപദേശത്തോടു കൂടി സൽസ്വഭാവത്തോടു കൂടി ജിഹാദ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. പല മീഡിയകളിലൂടെയും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല നടക്കിലുള്ള സാംസ്കാരിക അധപ്പതനങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത്തരം പാശ്ചാത്യ ശക്തികൾ കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ ലോകം തന്നെ വലിയ ഭീതിയിലാണ്. കാരണം ഓരോ വർഷവും അവരുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയും സാംസ്കാരിക അധപ്പതനങ്ങൾ, അവരുടെ നാട്ടിൽ സാംസ്കാരിക അധപ്പതനങ്ങൾ, അതൊന്നും കാണാതെ ഈ സാംസ്കാരിക അധപ്പതനങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് വേശ്യാവൃത്തിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ, സ്വവർഗരതിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ, ഇത് വിശ്വാസത്തിൽ മാത്രമല്ല സാംസ്കാരികമായ ധാർമ്മികപരമായ കാര്യങ്ങളിലും ഈ രൂപത്തിലുള്ള പുഷിങ്, അതേപോലെ തന്നെ തള്ളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയകളിലൂടെ ഇന്ന് നമ്മുടെ മീഡിയകളൊക്കെ വേശ്യാവൃത്തിന്റെ കാര്യം വന്നാൽ ആ വേശ്യ അംഗീകരിക്കുന്നിടത്താണ് മീഡിയ. സ്വവർഗരതിന്റെ കാര്യം വന്നാൽ സ്വവർഗരതി അംഗീകരിക്കാൻ വേണ്ടിയാണ് മീഡിയ. ഈ രൂപത്തിൽ എന്തെല്ലാം തിന്മകൾ സമൂഹത്തിലുണ്ടോ ആ തിന്മകളുടെ പിന്നാലെയാണ് മീഡിയകൾ. അതിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് മീഡിയകളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് അവര് ചൊരിയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളെ മനസ്സുകളിലേക്ക് അവര് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം മീഡിയകളിൽ നിന്ന്, അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം, മാറി നിൽക്കണമെന്ന് ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തിന്മകളിലൂടെ സഞ്ചരിച്ച രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക, അതേപോലെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ, അവരുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അമേരിക്കയിൽ ഓരോ വർഷവും 90% സ്ത്രീകളും വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നാണ് കണക്കുകൾ. വിവാഹിത ലീഗലായിട്ട്, നിയമപരമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 90% സ്ത്രീകളും അവർ ചെറുപ്പത്തിൽ ആരെങ്കിലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 983 കണക്കനുസരിച്ച് 50 ലക്ഷം ഗർഭഛിദ്രത അമേരിക്കയിൽ നടന്നു. 50 ലക്ഷം നമ്പർ എത്രയാ? ഇല്ലീഗലായിട്ടുള്ള ഗർഭധാരണം നടക്കുകയും അത് ഇജിഹാദ് ചെയ്ത്, അത് ഛിദ്രത ചെയ്ത് ഗർഭഛിദ്രം നടത്തി 50 ലക്ഷം ആളുകൾ. ഈ ഒരവസ്ഥയാണ് വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുണ്ടായിരുന്ന ഗർഭധാരണം, അത് അക്സറമിൻ മില്യൺ, അത് 1 മില്യണിലും കൂടുതലാണ് ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ഗർഭധാരണം. അതേപോലെ തന്നെ 20 മില്യൺ ആളുകൾ, 20 മില്യൺ ആണുങ്ങളും പെണ്ണുങ്ങളും സ്വവർഗരതിയിലൂടെ കല്യാണം കഴിക്കുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു രാജ്യം.
ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഇത്തരം സാംസ്കാരിക അധപ്പതനത്തിന്റെ പിന്നാലെ പോയി അവിടെ ഉപദേശിക്കാൻ ആളുകളില്ല, എല്ലാവരും സ്വതന്ത്രരാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കുന്ന ഒരു രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെയും കൂടി ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 20 മില്യൺ ആളുകൾ സ്വവർഗ രതിയിലൂടെ വിവാഹം ചെയ്തവർ ആണ്. ആണിനെയും പെണ്ണിനെയും വിവാഹം ചെയ്തവർ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ നടക്കുന്നവർ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതാണ് സ്വവർഗരതിക്ക് വേണ്ടിയുള്ള പുതിയ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പുതിയ വിധികളും ആ വിധികൾക്കെതിരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അത്തരം തിന്മകൾ രാജ്യത്തിലേക്ക് കടത്തിവരാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും അനിയന്ത്രിതമായി ലൈംഗികത ജീവിതത്തിൽ ഉണ്ടായിട്ടും അമേരിക്കക്കാരൻ രക്ഷപ്പെട്ടോ? അവൻ ഇന്നും സമാധാനമില്ല. സമാധാനം എവിടുന്നാണ് ഉണ്ടാകുക എന്ന് അല്ലാഹു പറഞ്ഞു, ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. ആരെങ്കിലും നമ്മുടെ സന്മാർഗത്തെ പിൻപറ്റിയോ അവനൊരിക്കലും വഴിപഴക്കില്ല, അവനൊരിക്കലും കഷ്ടപ്പെടില്ല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറിപ്പോയാൽ ഫഇന്നഹു മഈശതൻ ലൻകാ, അവന് പ്രയാസകരമായ ജീവിതമായിരിക്കും. അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. സൂറത്തു താഹയിലെ 123 മുതൽ 126 വരെയുള്ള ആയത്തുകൾ. ഇവർക്കൊക്കെ സമാധാനം ഉണ്ടായോ? ഇന്ന് അമേരിക്കയിൽ സമാധാനമല്ല. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഗണ്ണുമായിട്ടാണ്. നമ്മളെ വീട്ടിലേക്കൊക്കെ, നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകുന്നത് പോലും നിരോധിക്കുന്നുവെങ്കിൽ, അമേരിക്കയിൽ കുട്ടികൾ തൻ്റെ ടീച്ചർ തന്നെ ഇന്നലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറെ വകവരുത്താനും, ആ അടിച്ചത് കണ്ട കൂടെ ചിരിച്ച കുട്ടികളെ തൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ വെടിവെക്കാനും വേണ്ടി ഗണ്ണുകളുമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോയി അക്രമം ചെയ്യുന്നു. 8 കുട്ടികൾ, 10 കുട്ടികൾ, 15 കുട്ടികളൊക്കെ മരിക്കുന്ന സംഭവം സ്കൂളുകളിൽ ഉണ്ടാകുന്നു. സമാധാനമില്ല. ഫമൻ അഅറള അൻ ദിക്രി. ആരെങ്കിലും ഇത്തരം കോപ്രായങ്ങൾ ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വാദിച്ച് അല്ലാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറിക്കളയുന്നുവെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അള്ളാഹ് മനുഷ്യനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. മനുഷ്യനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ വമിൻ ആയാതിഹി. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വവർഗരതിനെ കുറിച്ചുള്ള ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ എന്താ അതിനെതിരെയുള്ള കോലാഹലം? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാർ പോലും പറയുന്നു ആ വിധി തെറ്റായിപ്പോയി. അള്ളാഹ് മനുഷ്യന് വെച്ചൊരു പ്രകൃതി ഉണ്ട്. വമിൻ ആയാതി. ആ പ്രകൃതിന്റെ അപ്പുറം ആര് സഞ്ചരിച്ചാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി അള്ളാഹു. ലിതസ്കുനു ഇലൈഹ. ആ ഇണയിലാണ് നിങ്ങൾക്ക് സമാധാനം. എൻ്റെ ഭാര്യ, അവരുമായിട്ട് സമാധാനത്തിന് കഴിയുന്നതാണ് എൻ്റെ സമാധാനം. ഞാൻ അപ്പുറത്ത് വേലി ചാടി അപ്പുറത്ത് എന്തിനെങ്കിലും ശ്രമിച്ചാൽ എൻ്റെ സമാധാനം പോയി. സ്ത്രീകളും ഈ രൂപത്തിൽ ശ്രമിച്ചാൽ അവരുടെ സമാധാനം പോയി. അവൾക്ക് പിന്നെ സമാധാനമില്ല. കണ്ടില്ലേ ഒരു മിസ് കോൾ തിരിച്ചു വിളിച്ച് അത് കാലങ്ങൾക്ക് ശേഷം പ്രയാസത്തിലേക്ക് പോയി. സ്വന്തം മക്കളെപ്പോലും കിണറ്റിലെറിഞ്ഞും ഓടയിലെറിഞ്ഞും, സ്വന്തം രക്തത്തിൽ പറന്ന ഗർഭപാത്രത്തിൽ നിന്നിറങ്ങി വന്ന മക്കളെപ്പോലും തോട്ടിലെറിഞ്ഞും കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ മനസ്സെന്താണ്? ഫഇന്ന ലഹു മഈശതൻ ലൻകാ. ഫമൻ അഅറള അൻ ദിക്രി. എൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളാരും മാറിപ്പോയാലും അവർക്ക് പ്രയാസകരമായ ജീവിതമായിരിക്കും. സന്തോഷം ഉണ്ടാവൂല. കാമുകന്റെ കൂടെ ഓടിപ്പോയി ആഴ്ചയും 2 മാസവും കഴിയുമ്പോൾ, സുഖങ്ങളൊക്കെ തീരുമ്പോൾ, ആഗ്രഹങ്ങളൊക്കെ ഫോണിലൂടെ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ പ്രവൃത്തിയിലൂടെ തീരുമ്പോൾ അതിൻ്റെ മധുരം കഴിഞ്ഞു. പിന്നെ പ്രയാസമാണ്. കഴിഞ്ഞ എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, ആരും സ്വസ്ഥതയിൽ ജീവിക്കുന്നില്ല. ആരാണ് സ്വസ്ഥതയിൽ ജീവിക്കുന്നത്? അതുകൊണ്ട് ഈ പാശ്ചാത്യന് പറഞ്ഞു തരുന്ന കാര്യത്തിലൂടെയാണ് ജീവിക്കാൻ മുസ്ലിം സമൂഹം ശ്രമിക്കുന്നതെങ്കിൽ ഏത് സമൂഹവും ശ്രമിച്ചാലും ഫഇന്ന ലഹു മഈശതൻ ലൻകാ, പ്രയാസകരമായ ജീവിതത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരോടൊക്കെ സംസാരിക്കണം? ആരായിരിക്കണം നമ്മുടെ വീട്ടിൽ വരേണ്ടത്? ആരിൽ നിന്നെല്ലാം നമ്മൾ അകന്നു നിൽക്കണം? ആർക്കായിരിക്കണം നമ്മുടെ ഫോണിൽ നിന്നൊരു കോള് പോകേണ്ടത്? ആരുടെ കോള് നമ്മുടെ ഫോണിൽ നിന്ന് ആൻസർ ചെയ്യാൻ പാടില്ല?
ഇതൊക്കെ തീരുമാനിക്കണം നമ്മൾ. നമ്മുടെ ഭർത്താവ് അറിയാതെ ഒരുത്തരും നമ്മുടെ വീട്ടിലേക്ക് കാൽ കുത്താൻ പാടില്ല. കേരളത്തിൽ നടക്കുന്ന പഠനങ്ങളിൽ കുടുംബക്കാരാണ് ലൈംഗികമായിട്ട് ഏറ്റവും കൂടുതൽ കുടുംബക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുടുംബക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ ആരും സംശയിക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ച് നമ്മൾ സംശയരോഗിയാകാനും പാടില്ല. മറിച്ച് പക്വമായൊരു കുടുംബനാഥനായി, ഈ കാലത്തൊരു പൊട്ടനായ കുടുംബനാഥനായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്വമതിയായൊരു സ്ത്രീയായി, നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയുന്നവൻ, ഇവൻ നല്ലവനാണെന്നും അവൻ കേട്ടവനാണെന്നും, അടുക്കേണ്ടവർ ആരൊക്കെയാണെന്നും അകന്നു നിൽക്കേണ്ടവർ ആരൊക്കെയാണെന്നും, കുടുംബവുമായിട്ട് അടുപ്പിക്കേണ്ടവർ ആരെയാണെന്നും അകറ്റേണ്ടവർ ആരെയാണെന്നും ഒക്കെ തീരുമാനിക്കാൻ കുടുംബനാഥന്മാർക്കും കുടുംബ സഹോദരിമാർക്കും കഴിയണം. ലിതസ്കുനു ഇലൈഹ, അപ്പോഴേ സമാധാനം ഉണ്ടാവൂ. വമിൻ ആയാതിഹി, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും, അത് പറഞ്ഞു തരാൻ. ഇതിനൊക്കെ എതിരാണെന്ന് സമൂഹം. ഇന്ന് സമൂഹവും ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയകളൊക്കെ നോക്കാം, എന്താണോ തിന്മ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനാണ് നടക്കുന്നത്. എന്താണോ തിന്മ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനാണ് നടക്കുന്നത്. 17 വയസ്സായ ഒരു കുട്ടി പ്രേമിച്ചാൽ ചാനലുകാർക്ക് അത് പ്രശ്നമില്ല. 17 വയസ്സുള്ളൊരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാൽ അത് ശൈശവ വിവാഹമാണ്. ഇപ്പം ശിശു എന്നൊക്കെ പറയുമ്പോൾ 17 വയസ്സായതിനൊക്കെ ശിശു എന്നാണ് പറയുമ്പോൾ നാട്ടിൽ. ആ കുട്ടി പ്രേമിച്ച ആരെങ്കിലും, ആ കുട്ടി ആരെങ്കിലും മോളെ അങ്ങനെ ചെയ്യല്ലേ, മകനെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പിതാവോ മാതാവോ പറഞ്ഞാൽ ആ മാതാവും പിതാവും സമൂഹത്തിന് മുമ്പിൽ അവരെ മോശമാക്കി ചിത്രീകരിക്കുന്നു മീഡിയകൾ. അവരെ ലീഗലായിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചു പോയാലോ അവൻ ക്രൂരനായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങളൊക്കെ കാണുന്നതും വായിക്കുന്നതും അനുഭവിക്കുന്നതുമല്ലേ? എന്താണോ തിന്മ അതിനെയാണ് പ്രൊജക്ഷൻ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഇവിടെ കൂടിയത് 15 ആളാണെങ്കിൽ 20 ആളാണെങ്കിൽ 30 ആളാണെങ്കിൽ, ആ മുകളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ 10 ആണെങ്കിൽ 5 ആണെങ്കിൽ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. നമ്മളൊക്കെ കോബാറിലുള്ള മുസ്ലിങ്ങൾ ഇത്രയല്ല. കോബാറിൽ ഇതുപോലെ 1000ങ്ങളും 10,000ങ്ങളും റൂമുകൾ ഇരിക്കുന്നുണ്ട്. അവരാരും കേടുവരാൻ വേണ്ടി ഈ നാട്ടിലോ ജീവിക്കുന്നവരല്ല. എല്ലാവർക്കും നന്നാവണമെന്നുണ്ട്. പക്ഷേ അവരെ നന്നാക്കാൻ, അവരുപദേശിക്കാൻ, അവർക്ക് ഈ വാർത്ത കേൾക്കാൻ, അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിന് അവസരം ലഭിച്ചു. നമ്മുടെ ഒരു സഹോദരനെ നമ്മൾ മറ്റു പലരേക്കും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വിളിക്കാറുണ്ട്, പാർക്കിലേക്ക് പോകുമ്പോൾ വിളിക്കാറുണ്ട്, അതേപോലെ തന്നെ മറ്റു വല്ല വിരുന്നുകളുമാണെങ്കിൽ വിളിക്കാറുണ്ട്. ഇതുപോലൊരു പള്ളിയിൽ ക്ലാസ് നടക്കുന്നു, അപ്പുറത്തൊരു സെന്ററിൽ ക്ലാസ് നടക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ നമുക്ക് മടിയാണ്. എന്തിന് സഹോദര, എന്തിന് സഹോദരി നമ്മൾ മടി കാണിക്കണം? ഷോപ്പിങ്ങിന് വിളിക്കാൻ കഴിയുമെങ്കിൽ, മാളുകളിലേക്ക് പോകുമ്പോൾ വിളിക്കാൻ കഴിയുമെങ്കിൽ, വിരുന്നിന് വിളിക്കാൻ കഴിയുമെങ്കിൽ, ഒരു ദിവസം അവളോട് കുറേ നേരം ഫോണിൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ, എന്തുകൊണ്ട് അവരുടെ ആഖിറത്തെ സംബന്ധിച്ച് അവരും നന്നാവണം എന്നെപ്പോലെ എന്നൊരു ചിന്ത നമുക്കുണ്ടായിക്കൂടാ? ഇത് ദീനെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാവുക. അത് വായിക്കുമ്പോഴാണ്, പഠിക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാവുക. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിൻ്റെ അപ്പുറം ആരെങ്കിലും പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ, ഭാര്യയുടെയും ഈ ഇണകളുടെ ഇടയിൽ സ്നേഹവും റഹ്മത്തും ഉണ്ടാക്കി, കാരുണ്യവും ഉണ്ടാക്കി. ഭാര്യ വിഷമിച്ചിരിക്കുമ്പോൾ സാന്ത്വനപ്പെടുത്തി കൊടുക്കുന്ന ഭർത്താവിന് വിഷമമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് സമാധാനം പകരുന്ന ഭാര്യ. മവദ്ദതൻ വറഹ്മ, അദ്ദേഹത്തിന് വിഷമുണ്ടാകുമ്പോൾ, ഭർത്താവിന് വിഷമമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തുന്നവളെ ആകരുത് ഭാര്യ. കണ്ടില്ലേ അപ്പുറത്തെ ഭർത്താക്കന്മാരൊക്കെ എന്തുപോലെ സമ്പാദിക്കുന്നു, അവരാണ് ആണുങ്ങൾ, നിങ്ങളെന്താണ് എന്ന് ചോദിക്കുന്നവളായിരിക്കരുത് ഭാര്യ. മറിച്ച് മവദ്ദതൻ വറഹ്മ, പരസ്പരം സ്നേഹം, അതാണ് പാരസ്പര്യം. നിങ്ങൾക്കിടയിൽ സ്നേഹവും റഹ്മത്തും ഉണ്ടാക്കാൻ. ഇതാണ് ഇസ്ലാമിൻ്റെ ലൈംഗികമായിട്ട് മനുഷ്യൻ്റെ പൂർത്തീകരണത്തിലുള്ള മാർഗം. ഇതല്ലാത്തൊരു മാർഗം ഇസ്ലാം പറയുന്നില്ല. ഇതല്ലാത്തൊരു മാർഗം സമൂഹത്തിൽ എവിടെ മുളച്ചു പൊട്ടുന്നോ, അത് വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നാലും ധാർമ്മികമായ കാര്യങ്ങളായിരുന്നാലും സാംസ്കാരികപരമായ കാര്യങ്ങളായിരുന്നാലും അതിനെതിരെ ശബ്ദിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്കും എനിക്കും കഴിയണം. കാരണം
ഇത്തരം അനിയന്ത്രിതമായ ലൈംഗികത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാ? അപകടകരമായ അവസ്ഥയിലേക്കാണ്. എയ്ഡ്സ് പോലെയുള്ള, സിഫിലിസ് പോലെയുള്ള, ഗൊണോറിയ പോലെയുള്ള ലൈംഗികമായ ഗൗരവമായ രോഗങ്ങളിലേക്കാണ്. ലോകത്ത് നിന്ന് എയ്ഡ്സ് രോഗികൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അവരുടെ എണ്ണം. ഓരോ രാജ്യത്തും ദിനേന എന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള വന്നൊരു ഹദീസിൽ, ലം തുൽഹിറുൽ ഫാഹിഷത ഫീ ഖൗമി ലൂത്തിൻ ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശത് ഫീഹിൽ ഔജാഉ വൽ അസ്ഖാം അല്ലതി ലം യകുൻ ഫീ അസ്ലാഫിഹിം. ലൂത്ത് നബിയുടെ സമൂഹം അനിയന്ത്രിതമായ ലൈംഗികതയിലേക്ക് പോയപ്പോൾ അവർക്കിടയിൽ അസുഖങ്ങളും രോഗങ്ങളും വേദനകളും ഉണ്ടായി. അവരുടെ മുൻഗാമികൾക്ക് ആ രോഗങ്ങളില്ലായിരുന്നു. ലൂത്ത് നബിയുടെ സമൂഹം സ്വവർഗരതിയുടെ ആളുകളായിരുന്നു. പുരുഷന്മാർ ഉപയോഗിച്ചിരുന്നൊരു സമൂഹമായിരുന്നു അവർ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി. ആ സമൂഹത്തിൽ നബി പറയുകയാണ്, അവർക്ക് മുൻഗാമികൾക്കില്ലാതിരുന്ന രോഗങ്ങൾ വരാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഓരോ രാജ്യവും അവരുടെ ഖജനാവിലെ കാശെടുത്തുകൊണ്ട് എത്രയാണ് എയ്ഡ്സ് രോഗികൾക്ക് സാന്ത്വനം പകരാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരു അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ പുറത്തുപോയി അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് എയ്ഡ്സിൻ്റെ വൈറസുകൾ വഹിച്ച് പതിവ്രതയായ സ്വന്തം ഭാര്യയിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യുന്ന അവസ്ഥ. അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ പോലും എയ്ഡ്സ് രോഗികളായി വളരുന്ന അവസ്ഥ. ഇത്രയും ഭീകരമായ ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ആ കുട്ടിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനോ കൂടെ ഇരിക്കാനോ തയ്യാറില്ലാത്ത അവസ്ഥ. ഇതാണ് ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം. ഇതിലേക്കാണ് ഈ മീഡിയകൾ മനുഷ്യന്മാരെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ തിന്മകളും വരുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കില്ല, ഞാനതിലാളല്ല, ഞാനതിൽ നിന്ന് അകന്നു നിൽക്കും എന്നൊന്നും പറഞ്ഞാരും മാറി നിൽക്കേണ്ട. ഏത് തിന്മയും ആരെയും ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവൻ അറിയാം മനുഷ്യൻ്റെ പരിധികൾ. മനുഷ്യരെന്താണ് അവൻ്റെ ആഗ്രഹമെന്ന്, എപ്പോഴാണ് അവൻ്റെ കാമങ്ങളും അതേപോലെ തന്നെ വികാരതയും പൂർത്തീകരിക്കപ്പെടുന്നത് അള്ളാഹുവിനറിയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കാം, സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിൻ്റെ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആളുകൾ പ്രകടനം നടത്തുക. ഇന്ത്യ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പോലും സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് ക്രിമിനൽ കുറ്റാക്കിയപ്പോൾ അത് ക്രിമിനൽ കുറ്റമാക്കാൻ പാടില്ല, ഗവൺമെൻറ് അതിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവരും. എന്തിനാണ് ഓർഡിനൻസ്? ആണിനെ കെട്ടാനോ, പെണ്ണിനെ കെട്ടാനോ? എന്നിട്ട് ഇവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമോ, ഉൽപാദനക്ഷമത ഉണ്ടാകുമോ? അതല്ല അവരെ ഇതേ രൂപത്തിൽ എയ്ഡ്സ് രോഗികളാക്കി വീണ്ടും ഖജനാവിൽ നിന്ന് കാശ് ചെലവാക്കാനോ? ഇതാണ് നമ്മുടെ ഭരണാധികാരികൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ അത് പഠിക്കുകയും നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പഠിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും സംസാരിക്കാനും, നമ്മളൊരു ഫാമിലി മീറ്റിംഗ് ആണെങ്കിൽ ആ മീറ്റിങ്ങിൽ, ഒരു വിരുന്നാണെങ്കിൽ ആ വിരുന്നിൽ, നമ്മൾ കൂടുന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ ആ കൂട്ടായ്മയിൽ, ഓഫീസിലാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ചങ്ങാതിമാരിൽ ഈ ഇഞ്ചക്ഷൻ, ഈ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഈ തിന്മയിൽ അകപ്പെട്ടു പോകും. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൗമ് വലൂത്തൻ, സൂറത്തുൻ നംലിൽ ഇത് ഖാല ലിഖൗമിഹി, സമൂഹത്തിന് എല്ലാ കാലത്തും ഒരവസ്ഥ, എല്ലാ കാലത്തും മനുഷ്യൻ്റെ അവസ്ഥ ഒന്നാ, മനുഷ്യന്മാരെ മാറണുള്ളൂ. നമ്മളെടുത്തുമ്പോൾ ഇന്ന് കമ്പ്യൂട്ടറും സിസ്റ്റമൊക്കെ ഉണ്ട് എന്നുള്ളൂ. മാനസികാവസ്ഥ തന്നെ ലൂത്ത് നബിൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. ലൂത്ത് നബി ആ സമൂഹത്തോട് പറഞ്ഞു, ഇത് ഖാല ലിഖൗമിഹി അതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ ഈ മ്ലേച്ഛത സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണോ നിങ്ങൾ ദൃക്സാക്ഷികളായിക്കൊണ്ട്? അഇന്നകും ലതഊന الرجال شهوة من دون النساء, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാരെ ലൈംഗിക വീഴ്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണോ? ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങളൊരു വിവരമില്ലാത്ത മനുഷ്യന്മാർ തന്നെയാണ്, നിങ്ങളൊരു വിവരമില്ലാത്ത മനുഷ്യന്മാർ തന്നെയാണ്. ഫമാ കാന ജവാബ ഖൗമിഹി, ഇങ്ങനൊരു സതുപദേശം ലൂത്ത് നബി നടത്തിയപ്പോൾ ലൂത്ത് നബിയോട് ആ സമൂഹം മറുപടി കൊടുത്തു, ഇല്ലാ അൻ ഖാലു അഖ്രിജൂ ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും ഇന്നഹും മുനാസുൻ യതതഹറൂൻ. അവരത് അംഗീകരിക്കുകയല്ല ചെയ്ത്. അവർ പറഞ്ഞു, ലൂത്തൊരു ശുദ്ധൻ, ലൂത്തൊരു പരിശുദ്ധൻ,
അതുകൊണ്ട് ലൂത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നമ്മുടെ ഗ്രാമത്തിൽ നിന്നുണ്ടാകാൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ പരിപാടി, ഈ അസാൻമാർഗിക ലൈംഗികത, ഈ മ്ലേച്ഛകരമായ അവസ്ഥ നമുക്ക് തുടരാം എന്ന് പറഞ്ഞു. അങ്ങനെ ലൂത്ത് നബിയുടെ ഭാര്യ ഒഴിച്ചുള്ള അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും കുടുംബക്കാരെയും നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തി. അലൈഹിം, അവർക്കിടയിൽ നിന്ന് മുകളിൽ നിന്ന് കല്ലുമഴ പെയ്യിപ്പിച്ചു അള്ളാഹു. ആ സമൂഹത്തെ നശിപ്പിച്ചു. ലൂത്ത് നബി ഇത് പറഞ്ഞപ്പോൾ നീ ഒരു ശുദ്ധൻ, നീ ഒരു പരിശുദ്ധൻ, അങ്ങനെയാണ് എപ്പോഴും പറയാം. നമ്മളെന്തെങ്കിലും നന്മ പറഞ്ഞു, ഇജ്ജൊരു നല്ലൊട്ടി, ഓളൊരു നല്ലോള്, ഓളിപ്പോൾ എന്താ നന്നായിന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു മോശപ്പെട്ട ചെറുപ്പം പാസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാവർക്കും. ഇജ്ജൊക്കെ ഇപ്പം എന്താ നന്നായി നിൽക്കറിയാം. ഇതെല്ലാ സമൂഹത്തിലും പ്രവാചകന്മാരോടും പറഞ്ഞ ലൂത്തൊരു പരിശുദ്ധൻ, നമ്മളൊക്കെ ഒരു മോശം. അങ്ങനെയാണെങ്കിൽ ലൂത്ത് നീ ഗ്രാമത്തിൽ നിന്ന് പോയിക്കോ, എന്നാലും ഞങ്ങളിത് ചെയ്യുന്ന തന്നെ. അത്രയും വലിയ വൃത്തികെട്ടൊരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലുമഴ പെയ്യിപ്പിച്ച് ഡെഡ് സീ എന്ന് പറയുന്ന, ചാവുകടൽ എന്ന് പറയുന്ന പ്രദേശം, ഇന്ന് ജോർദാനിലുള്ള ഡെഡ് സീ എന്ന് പറയുന്ന ഉപ്പുരസം കൂടുതലുള്ള ആ പ്രദേശത്ത് വെച്ചാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. ഇന്നും അത് ഒരു ലോകത്തിനൊരു മാതൃകയായി നിലനിൽക്കുകയാണ്. അപ്പോഴും ലോകം ഇന്ന് ആലോചിക്കുകയാണ് സ്വവർഗ ലൈംഗികതക്ക്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ സുഖമായി നടക്കുന്ന 20 മില്യൺ ആളുകളോളം വർഷങ്ങളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതി വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളും അതിന് ഉപോത്പലകമായി രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും മീഡിയകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും ഇതൊന്നും നന്മക്കില്ലതല്ല. അവിടെയൊക്കെ വിശ്വാസികൾ, മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമ ലൂത്തിൻ ഫഖ്തലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ചെയ്ത രൂപത്തിലുള്ള സ്വവർഗ ലൈംഗികത ആരെങ്കിലും ചെയ്താൽ അത് ചെയ്തവനെയും, ആരെയാണോ ചെയ്തത്, ഫാഇലിനെയും മഫ്ഊലിനെയും, സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും, രണ്ടുപേരെയും എന്താക്കണം, കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത്രയും വലിയൊരു നിയമമാണ് സമൂഹത്തിൽ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ല ഏത് തിന്മയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെ വളം വെച്ച് കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മീഡിയകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വിഷയവും, ഓരോന്നും, ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, വിശ്വാസപരമായൊരു കാര്യം, ഇതൊക്കെ നമുക്കതിൻ്റെ ഗൗരവം പോവുകയാണ്. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു മുസ്ലിം അതുമായിട്ട് സഹകരിക്കുന്നുവെങ്കിൽ അവനെങ്ങനെ മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയും? അവനെ എങ്ങനെ മുസ്ലിമത്തെന്ന് വിളിക്കാൻ കഴിയും? ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ നബിദിനാഘോഷം, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ച് സമൂഹത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം, നിങ്ങൾക്ക് 4 ആളെ കൊണ്ട് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നടക്കട്ടെ. ഒരാളെ കൊണ്ടേ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് നടക്കട്ടെ. അവൻ അടുത്ത ആൾക്ക് അത് അറിയിക്കും. വമൻ ദല്ല അലാ ഖൈരിൻ കഫാഇലിഹി. ഒരാൾ നന്മ അറിയിച്ചാൽ അത് ചെയ്തവനെ പോലെയാണ്. ഞാനൊരു നന്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ ആ നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ അതവൻ ചെയ്താൽ അതിൻ്റെ കൂലി നിങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രബോധനം, പ്രസംഗം, വയല് എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കാര്യമാണ്. അതാരെങ്കിലും ആരെങ്കിലും അവൻ്റെ കൈകൊണ്ട് ചെയ്താൽ അവൻ വിശ്വാസിയാണ്. ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും തൻ്റെ നാവ് കൊണ്ട് ചെയ്താൽ അവൻ വിശ്വാസിയാണ്. വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയം കൊണ്ട് ചെയ്താൽ അവൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ റസൂലുള്ള പറഞ്ഞ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചേരാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, നിങ്ങൾ ശ്രമിക്കണം. അതിന് നമ്മളാദ്യം നേരാകണം. നമ്മളിൽ മാതൃക വേണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലും ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അതാണ് ഏറ്റവും നല്ല വാക്ക്. വാക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? വഅമില സാലിഹാ. നമ്മളിൽ ജനങ്ങളത് കാണണം. നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നമസ്കാരം നമ്മളിൽ കാണണം. നമ്മളൊരു സൽസ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മിലുണ്ടാക്കണം. അതില്ലെങ്കിൽ, പാളിച്ചകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അങ്ങനെ നമ്മളൊരു വിശ്വാസിയാകണം. വഖാല, എന്നിട്ട് അവൻ പറയണം, ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ കഴിയണം.
അതായിരുന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവം. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. മുഹമ്മദേ, നീ പരുഷ സ്വഭാവിയാണെങ്കിൽ ജനങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. റസൂലുള്ള ഒരു പരുഷ സ്വഭാവിയായിരുന്നില്ല. ഒരു ഇസ്ലാമിക പ്രബോധനൻ നല്ല സ്വഭാവിയായിരിക്കണം. നമ്മളിൽ നിന്ന് വിട്ടുപോയവരോടും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോടും നമ്മെ കല്ലെടുത്തെറിയുന്നവരോടും ഒക്കെ സൽസ്വഭാവിയായിരിക്കണം നമ്മൾ. അവരൊക്കെ വേണ്ടാത്ത പേരുകൾ ചേർത്ത് വിളിച്ച് അവരെയൊന്നും വിദ്വേഷത്തിൻ്റെയും പകയുടെയും മേഖലയിലേക്ക് വലിച്ചിടുന്നവരായിരിക്കരുത് നമ്മൾ. മറിച്ച് എല്ലാവരെയും ഈ ഹക്കിലേക്ക് കൊണ്ടുവരാൻ സതുപദേശത്തോടുകൂടി സന്മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമുക്ക് കഴിയും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശരിയായ ഹിദായത്തിൽ നമ്മളെ നടത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലൊരു വേദിയിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പടച്ചിറപ്പ് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ആമീൻ വറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഒരു സഹോദരി ചോദിച്ച ചോദ്യമാണ്, മുജാഹിദ് പണ്ഡിതന്മാർ തമ്മിൽ അടിപിടി കൂടുന്നതായി മാധ്യമങ്ങളിൽ കാണുന്നു. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിനെപ്പറ്റി വിശദീകരിക്കാൻ ഇതെന്താന്ന് വെച്ചാൽ, മുജാഹിദ് പണ്ഡിതന്മാരല്ല, ആൾക്കാരാണ് അടിക്കുന്ന. പണ്ഡിതന്മാരും അതിൻ്റെ പിന്നിലുണ്ടാകും, ഇല്ലാതെന്ന് ഞാൻ പറയണില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാലങ്ങളായിട്ട് പല പ്രയാസങ്ങളും പല സമയത്തും ഉണ്ടാവാറുണ്ട്. അതിനെ പ്രസ്ഥാനം വളരെ ആദർശപരമായി നേരിടും. ഇപ്പോൾ മുജാഹിദുകൾക്കിടയിൽ 2002 ഒരു പിളർപ്പുണ്ടായി. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 2012 വേറെ പിളർപ്പുണ്ടായി. ഇങ്ങനെ പിളർപ്പുണ്ടാകുമ്പോൾ പ്രസ്ഥാനം ചെയ്യുന്നൊരു നിലപാട് പല വീക്ഷണത്തിലുള്ള പണ്ഡിതന്മാരും പല കാലത്തും വരും അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലശേഷം തന്നെ ഉസ്മാൻ്റെയും അലിൻ്റെയും കാലം കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നബി വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് അഭിപ്രായ വ്യത്യാസം സമൂഹത്തിലുണ്ടാവും. അങ്ങനെ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മുജാഹിദ് സംവിധാനം ചെയ്യുന്നൊരു കാര്യം, അത് ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിത സംഘടന ഉണ്ട്. ആ പണ്ഡിത സംഘടനയിൽ എന്ത് ചെയ്യും? അത് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് ഖുർആനിനും സുന്നത്തിനും അനുസൃതമായ തീരുമാനങ്ങൾ എന്താവും? എടുക്കും. എന്നിട്ട് ആ പണ്ഡിതന്മാരെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഒപ്പിടും. ആ തീരുമാനത്തിൽ അംഗീകരിക്കുന്നവർ എല്ലാവരും ഒപ്പിടും. അങ്ങനെ 2002 ഇതേപോലെ ചില വിഷയങ്ങളുണ്ടായി. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. അങ്ങനെ ഉണ്ടായപ്പോൾ അവിടെ ഒപ്പിട്ട ചില സഹോദരന്മാർ തന്നെ 9 ആളുകൾ വന്നിട്ട് അവർ ഈ ഒപ്പിനെതിരെ സംസാരിച്ചു. ഇപ്പോൾ ഈ 2002 ജിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലവിലുള്ള, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല, ഒരു ഹാളറായ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനോട് അതിൻ്റെ കീഴ്പ്പെട്ട് ചോദിച്ച ഷിർക്കല്ല എന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവരും അദൃശ്യമായൊരു ശക്തിയിൽ നിന്നാണ് ഒരു സഹായം ഉണ്ടാക്കുന്നത് പ്രതീക്ഷ. ഇപ്പം ഹിന്ദുക്കൾ വിഷ്ണുവിനെ വിളിക്കുമ്പോൾ അവർ വിചാരിക്കേണ്ടത് എന്ത്? ഇവിടെ ഒരു വിഷ്ണു ഉണ്ട്. ആ രൂപത്തിൽ എല്ലാവരും അദൃശ്യ ശക്തികളിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെ പിന്നെ മറ്റവരോട് തൗഹീദ് പറയും? ഇത് ഷിർക്കല്ല പറഞ്ഞവന് ഹിന്ദുവിനോട് നമ്മളെങ്ങനെ ഷിർക്കാന്ന് പറയും? ജിന്ന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഈ രൂപത്തിലുള്ള ചർച്ചകൾ നടന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 2007 ഈ രൂപത്തിലുള്ള ഒരു ചർച്ച ഒരു പണ്ഡിതൻ തുടങ്ങി വെച്ചപ്പോൾ അന്ന് തുടങ്ങിയ 5ഉം 6ഉം പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് 2012 ഫെബ്രുവരിയിൽ ഒരു തീരുമാനമായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു. ആ തീരുമാനത്തിൽ എല്ലാവരും എന്തായി? എല്ലാവരും ഒപ്പിട്ടു. ഇന്ന് ഇതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരെന്തായി? ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിട്ട ഒരു സംഗതിക്കെതിരെയാണ് പിന്നെ സഹോദരന്മാരെന്താക്കുന്നത്? പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അടികൂടുക എന്നുള്ളത് സത്യത്തിൽ അടികൂടുകയാണെങ്കിൽ കുറേ സ്ഥലത്ത് അടികൂടാണ്. പക്ഷേ നമ്മളെപ്പോഴും ഉൾവലിയുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ അൽ ഖബറിൽ നിങ്ങൾക്കറിയാം, ഇവർ 2 കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. അതിലൊരു വിഭാഗം നമ്മൾ അടി ഉണ്ടാക്കാനൊന്നുമില്ല. നമ്മൾ വളരെ സമാധാനത്തിൽ
നമ്മളെ കീശയിൽ നിന്ന് കാശ് കൊടുത്ത് വേറൊരു സെൻറ്റർ തുടങ്ങി. ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിട്ടല്ല. അവിടെ വേണമെങ്കിൽ നമ്മുടെ സ്വത്തും നമ്മൾ പരിസംഖ്യ കൊടുത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ അടി കൂടാനൊന്നും പോയിട്ടില്ല. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അടി കൂടുക എന്നുള്ളതൊരു സ്വഭാവമല്ല. മറിച്ച് ചില സമയത്തൊക്കെ അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മൾ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കണമില്ല. നമുക്കതിലൊക്കെ വേദന ഉണ്ട്. മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം മടിക്കുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ വിഷമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ചില ചർച്ചകളിൽ പ്രഷർ കൂടുമ്പോൾ എല്ലാവരും എന്താവും, ഒരുത്തനെ കൊണ്ടുന്തുമ്പോൾ മറ്റൊരുത്തനെ കൊണ്ടുന്തും. അത് പിന്നെ ചിലവർ രണ്ട് ചെറിയ അടിയാണെന്നത് ചിലവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മേമ്പൊടി വെച്ചിട്ട് എഴുതും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അങ്ങനെ സുന്നികളോടടക്കം എത്ര സ്റ്റേജിൽ മുജാഹിദ് പണ്ഡിതന്മാരെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്. നമ്മളെവിടെയെങ്കിലും അവരെ അടിച്ചിക്കണം, അവരേതെങ്കിലും സ്റ്റേജ് കയ്യേറാൻ പോയിക്കണോ? മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവരാരാണ്? നാട്ടിലെ ഖുറാഫികളാണ്, സമസ്തയിലെ ആളുകളാണ്. അവർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയിട്ട്, നിങ്ങൾക്കറിയാം, ഞാനൊക്കെ ഇടവണ്ണ ജാമ്യയെ പഠിക്കുമ്പോൾ ഇടവണ്ണ ജാമ്യൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവർ പരിപാടി നടത്തി. ഞങ്ങൾക്ക് വേണമെങ്കിൽ ജാമ്യയിൽ അന്ന് 400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 400 കുട്ടികൾ പോയിട്ട് ആ സ്റ്റേജ് ഒന്നിച്ച് എടുത്ത് വലിച്ചെറിയായിരുന്നു. നമ്മൾ ചില കുട്ടികളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നമ്മൾ ഉസ്താദന്മാർ നമ്മളോട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല. അവർ പറയില്ല, അവർ പറഞ്ഞു പോയിക്കോട്ടെ. നമ്മൾ കുട്ടികളാകുമ്പോൾ ഒരു വികാരം ഉണ്ടാവുമല്ലോ, അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മളാരും സ്റ്റേജ് കയ്യേറാൻ പോവുക, നമ്മളാരുടെയെങ്കിലും കാര്യത്തിലേക്ക് ഇടപെടുകയോ ചെയ്യൂല. മറിച്ച് നമ്മുടെ പള്ളികളിൽ ചില ആളുകൾ അക്രമം ഉണ്ടാക്കാൻ വരുമ്പോൾ അത് തടുക്കും. അത് അടിച്ചിട്ടല്ല, അത് നിയമപരമായിട്ടാണ് നമ്മൾ തടുക്കൽ. പക്ഷെ ചിലവർ ചില സ്വഭാവം കൊണ്ടോ അവരുടെ സ്വഭാവ വൈകൃതം കൊണ്ടോ ചില ദേഷ്യങ്ങൾ കൊണ്ടൊക്കെ കാണിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില കൺട്രോൾ അല്ലാതെ ഏത് സമയത്തും ഉണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. എപ്പോഴും ഒരു മുസ്ലിം നേരത്തെ റസൂലുള്ള പറഞ്ഞതുപോലെ വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക്. ഇങ്ങനെ 2013 അടിൻ്റെ വർഷാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രമേയം പാസ്സാക്കലുമില്ല. നമ്മളങ്ങനൊന്നുമല്ല. 14 നമ്മൾ കുറച്ച് അടിച്ചു വാങ്ങുക, അങ്ങനെയൊന്നും പരിപാടി നമുക്കില്ല. പക്ഷേ ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ എല്ലായിടത്തും പ്രശ്നം നടക്കുകയാണ്. പക്ഷേ അടിയുണ്ടായി എന്ന് കേൾക്കുന്നത് 1-2 ഭാഗത്താണ്, അല്ലേ? ഈ മൂക്കില്ലോടത്തൊക്കെ ജലദോഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ മുജാഹിദില്ലോടത്തൊക്കെ എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സാധനം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സംയമനം പാലിക്കുകയാണ്. അടിക്കുകയാണെങ്കിൽ എല്ലായിടത്തും നിരന്തരം അടി നടക്കണം. പക്ഷെ ചില പ്രദേശത്തുള്ളവർക്ക് ചില ദേഷ്യം കൂടും. ഞാനതിനെ ന്യായീകരിക്കല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മുസ്ലിം സമൂഹത്തിൽ. അങ്ങനെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നമ്മളൊരു സ്വത്തിലേക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ അതന്നെ അങ്ങോട്ട് പറഞ്ഞാൽ ക്ലിയറാവും. ഇപ്പോൾ പത്തപ്പിരിയം എന്നാണ് ഇപ്പോൾ അവസാനം ഇപ്പോൾ ചിലപ്പോൾ ഈ സഹോദരി കണ്ടിട്ടുണ്ടാകുക. പത്തപ്പിരിയത്ത് പിന്നെ അടിയിൽ ആരും മോശമൊന്നുമില്ല കേട്ടോ. നമ്മളടി ന്യായീകരിക്കുന്നല്ല. പക്ഷേ അടിയിലിപ്പോൾ സുന്നികൾ മോശമുണ്ട്, ജമാഅത്തുകാർ മോശമുണ്ട്. ഇപ്പോൾ മദീന പള്ളിയിൽ പിന്നെ ഓല പത്രത്തിൽ ഓല കൊടുക്കൂല. അങ്ങനെ നമുക്ക് പത്രം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മളെ പറ്റി എന്താവും എഴുതും. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ 2011 മദീന മസ്ജിദ് അല്ലേ എറണാകുളത്തിൽ എന്നും അടിയായിരുന്നു. പോലീസ് ഇങ്ങനെ എന്നിട്ട് ആ ഖുതുബ നടന്നിരുന്നു. ആരെ അടിച്ചിരുന്നു? ജമാഅത്ത് ഇസ്ലാമിൻ്റെ സോൾഡാരിറ്റി ചെക്കന്മാർ പോയിട്ട് അടിയുണ്ടാക്കി. ഇമാമിനെ മെമ്പറിൽ നിന്നുകൊണ്ട് വലിച്ചിട്ട് മതി ചൂത്തുപോതിയായിട്ട് എന്നിട്ട് വേറൊരുത്തരാണ്ട് കയറി ആഷിമജിയായിട്ടിലേക്ക് എച്ചറില്ല. ഇപ്പം ഇങ്ങനെ നടന്നിട്ട് മുജാഹിദ് ഭയങ്കര അടിക്കാരനാണ്, നമ്മളൊക്കെ നല്ല സ്ഥിരിട്ട്. അങ്ങനൊന്നുമില്ല, അടി എല്ലാവരും എന്താക്കലുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ സ്ഥിരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരൊക്കെ മോശം, നമ്മൾ ഉഷാർ. ഇന്ന് ഇവരതൊക്കെ പറയാൻ നടന്നാൽ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മളതിപ്പോൾ അങ്ങനെ പറയണില്ല. പക്ഷെ നമ്മളേതാണ്ട് നമ്മളെ ന്യായീകരിക്കണമില്ല. നമ്മളതുകൊണ്ട് നമ്മളെന്താക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തിൽ പലയിടത്തും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളത് കോടതിയിൽ പോവുകയാണ്. നിങ്ങൾക്കറിയോ ഈ പത്തപ്പിരിയത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 40 അംഗ കമ്മിറ്റിയായിട്ടാണ്. അതിൽ 6 ആളാണ് ഈ പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ളത്. അവർക്ക് ഈ 6 ആൾക്ക് ഈ 34 ആളെ ഒഴിവാക്കിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ പത്തപ്പിരിയത്തെ ഇംദാദുൽ ഇസ്ലാം എന്ന് പറയുന്ന സഭ കാലങ്ങളായിട്ട് അത് കേരള നേതൃത്വ മുജാഹിദീൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നൊരു സംവിധാനമാണ്. ആ സഭ ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അതൊരു ഹൈറിനാണെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കുക, അത് ഹൈറിനും അല്ല. അപ്പോൾ ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചിലപ്പോൾ ചില പാളിച്ചകൾ ആളുകളിൽ നിന്ന് വരും. അവിടെയൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അതെല്ലാം വേദനാജനകമായ അവസ്ഥകളാണ്. പക്ഷേ ഹക്കോട് കൂടി നിലനിൽക്കാൻ, സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ
നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുന്നിടത്ത് പോയിട്ട് നമ്മളവൻ്റെ മൈക്ക പിടിച്ചിട്ടോ എത്ര കൊടുത്ത് മുജാഹിദുകൾ അടിച്ചിരിക്കണം. നിങ്ങൾക്കറിയോ, മുത്തനൂർ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ കൊണ്ടോട്ടിൽ. അവിടെ ഒരു മൊല്ലാക്ക മുജാഹിദായതിൻ്റെ പേരിൽ അദ്ദേഹം മരിച്ചപ്പോൾ 3 ദിവസം അദ്ദേഹത്തിൻ്റെ മരിച്ചൊരു മനുഷ്യൻ്റെ മയ്യത്ത് മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറവാടാൻ സമ്മതിക്കണില്ല. എന്തേ? അയാൾ വഹാബിയാണ്, മുജാഹിദ്. മയ്യത്ത് ഈ രൂപത്തിലുള്ള മോർച്ചറിയോ ഫ്രിഡ്ജോ ഒന്നും ഇല്ലാത്ത, ഫ്രീസർ സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംവിധാനമാണത്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് മഞ്ചേരി കോടതിയിൽ നിന്ന് വിധി വന്നിട്ടാണ് ഒരു ഹിന്ദു ജഡ്ജി വിധിച്ചു, ഇദ്ദേഹവും മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിം ഖബർസ്ഥാനിൽ അദ്ദേഹത്തെ മറമാടണം എന്ന് പറഞ്ഞ് പാലക്കാട് മലപ്പുറം MSP അവിടുന്ന് പോലീസ് വന്നിട്ടാണ് തോക്ക് പിടിച്ചിട്ട് മറവ് ചെയ്ത്. എന്നിട്ട് നമ്മളേതെങ്കിലും മുജാഹിദ് പണ്ഡിതനെ, ഒരു സുന്നി പണ്ഡിതനെ അറിയാൻ നമ്മൾ പോയിട്ടില്ല. പെടവണ്ണ പോലെയുള്ള, അത് അല്ലെങ്കിൽ എടത്തനാട്ടുകര പോലെയുള്ള മുജാഹിദുകൾക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് പലരും വന്ന് പ്രസംഗിച്ചു പോലുണ്ട്. നമ്മൾ അവരാരെയും എതിർക്കില്ല, നമ്മൾ അവരാരുടെയും പരിപാടി കൊളാക്കാൻ പോകില്ല. മറിച്ച് മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഇഷ്ടംപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും വധശ്രമങ്ങൾ പോലും, വധം പോലും നടന്നിട്ടുണ്ട് മുജാഹിദുകൾക്കെതിരെ. നമ്മളെല്ലാം സമാധാനമായിട്ട് അനുഭവിക്കാറാണ് അള്ളാഹുവിന് വേണ്ടി. പക്ഷേ അതിനിടക്ക് നമ്മളാരും മലക്കുകളല്ലാത്തത് കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാത്രമല്ല മറ്റുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെയും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിൽ ഐക്യവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.